പക്ഷേ ഈ സ്ഥലം ഒന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ പറയുന്ന കഥ ജെൻസി അല്ല, നമ്മുടെ സീനിയർ സാധനം മിലേനിയൽസ്. ഭാര്യ മരിച്ചു, സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു ഏജ് കണക്കുണ്ട്. ഭാര്യ മരിച്ചു, മക്കളൊക്കെ അവനവൻ്റെ വഴിക്ക് കയറിപ്പോയി. ഈ ഡേറ്റിംഗ് സൈറ്റുകൾക്കകത്തൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ബംബിൾ, ടെമ്പിൾ, കുമ്പിൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരം ഒരു സാധനത്തിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യുന്നു. ഡേറ്റിംഗ് സ്കാം, റൊമാൻസ് സ്കാം എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. ഇത് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. മലയാളി പെണ്ണുങ്ങളോട്ട് ഇനി വേണ്ട, വെറുത്ത് ഞാൻ പോയി. ഇപ്പോൾ ഡിന്നറിന് ചെല്ലുന്നു. ഡിന്നർ ഭയങ്കര ഹാപ്പിയായിട്ട് പോഷ് ഹോട്ടലിൽ അച്ചാൻ ഒട്ടും കുറവ് വരുത്തിയില്ല. ഭയങ്കര ഹാപ്പിയായിട്ട് ഭയങ്കര പോഷായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അച്ചാൻ ഇങ്ങനെ പമ്പായി നിൽക്കുകയാണ്. സഹായിക്കണം, എനിക്ക് സഹായിച്ചേ പറ്റൂ. പ്രാർത്ഥനാ നിർഭരമായ ഒരു രാത്രി ചിലവഴിക്കുന്നു. തുണിയില്ലേ, സൂപ്പറല്ലേ? ഇത് അവളൊന്നും കാണിക്കണമെന്നില്ല, നമ്മുടെ മലയാളി കാണിച്ചാൽ ഏതവനും പെടും. ഇതാണ് അവസ്ഥ. ജസ്റ്റ് കമ്പനി, അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ല വേറെ യാതൊരു അർത്ഥവും ഇല്ല. ഹലോ ഫ്രണ്ട്സ്, ഈ നാട് ചുറ്റി കാണുന്നുണ്ടല്ലോ, പൊളിക്കാൻ വെച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു നോർമലായിട്ടുള്ള രീതിയാണ്. നാട്ടിലെ നമ്മൾ ഈ ഗവൺമെൻറ് പൊന്നുമ്പലേക്ക് സ്ഥലം എടുക്കുക എന്നൊക്കെ പറയും. ഇവിടുത്തെ ഒരു രീതിയാണ്, ഇത്ര വർഷം കഴിയുമ്പം ഒരു ഏരിയ അവർക്ക് പുതുക്കി പണിയണം. കൗൺസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ പോലത്തെ ഇവിടുത്തെ കൗൺസിൽ എന്ന് പറഞ്ഞത്, അവർക്കത് പുതുക്കി പണിയണം എന്ന് തോന്നുകയാണെങ്കിൽ അവർ ആ സ്ഥലം മൊത്തം തിരിച്ച് ഏറ്റെടുക്കുകയും ഇത് മുഴുവൻ ഒരു കുഴപ്പമില്ലാത്ത ബിൽഡിങ്ങുകളാണിത്. ഇതിനകത്ത് വാസയോഗ്യമാണ്, ഇതിനകത്ത് ഒരു കുഴപ്പമില്ല, എല്ലാം പക്ക ഓക്കെ ആയിട്ടുള്ള സ്ഥലമാണിത്. പക്ഷേ അവരിത് പൊളിച്ചം കളയും, എന്നിട്ട് അവർ പുതിയ ബിൽഡിങ്ങുകളോടെ പണിയും. ഇതൊരു 20-25 വർഷം കൂടുമ്പം കാശുള്ളതനുസരിച്ച് കൗൺസിലോട് ചെയ്യുന്നൊരു പരിപാടിയാണിത്. ഇത് വീണ്ടും തിരിച്ചവർക്ക് വിൽക്കുകയാകാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വിൽക്കുകയാകാം. എന്നാണ്ട് ഇവിടെ ഇത് സ്വന്തമാക്കി താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം ഒന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ പറയുന്ന കഥ ജെൻസി അല്ല, നമ്മുടെ സീനിയർ സാധനം മിലേനിയൽസ്, അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് അത്തരം ഒരാളുടെ കാര്യം ചിന്തിക്കുക. ഒരു 50കളിൽ ജീവിക്കുന്ന ഒരാളെന്ന് കണക്ക് കൂട്ടുക. കാനഡയിലെ ഒരു പ്രാന്തപ്രദേശത്ത്, നല്ല മനോഹരമായ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന അച്ചായൻ, മലയാളി അച്ചായനാണ്. പുള്ളിയുടെ ഭാര്യ മരിച്ചു, സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു ഏജ് കണക്ക് കൂട്ടുക. ഭാര്യ മരിച്ചു, മക്കളൊക്കെ അവനവൻ്റെ വഴിക്ക് കയറിപ്പോയി. അപ്പോൾ ഭാര്യ മരിച്ച സങ്കടത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കുന്ന ഒരു മലയാളി നായകനാണ് നമ്മുടെ ഇത്തവണത്തെ കഥ. ഇപ്പം വീണ്ടും ഈ എരിക്കഥ കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇവിടുന്ന് കട്ടിയിട്ട് പോവാം. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സംഭവം ഒരു പ്രത്യേക സംഭവത്തോട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പറയുന്നത്. പക്ഷേ 2 തലമുറയുടെ അന്തരം കാണിച്ചിട്ടുണ്ട്, 2 തലമുറയുടെ പിടിപ്പുകേടുകളുടെ അന്തരം. അച്ഛൻ ഏതായാലും ഏക മകളും കൂടെ പുള്ളിയെ കല്യാണം കഴിച്ച് വിട്ടു പോയതോടെ, പുള്ളിക്കാരുടെ വഴിക്ക് പോയതോടെ ഈ പുള്ളിക്കാരൻ അങ്ങ് ഒറ്റയ്ക്കായി. അപ്പോൾ ഈ ജീവിതം ഭയങ്കര കട്ടപോറി, ഭയങ്കര ഏകാന്തത, ലോൺലിനെസ്, ടെറിബിൾ. അപ്പോൾ പുള്ളിക്കാരൻ വെറും ടൈം പാസിന് വേണ്ടി പുള്ളിക്കാരൻ ഇതുപോലത്തെ ഈ ഡേറ്റിംഗ് സൈറ്റുകൾക്കകത്തൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ബംബിൾ, ടെമ്പിൾ, കുമ്പിൾ, അങ്ങനത്തെ കുറച്ച് സാധനമുണ്ടല്ലോ. അപ്പോൾ ഇത്തരം ഒരു സാധനത്തിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ പുള്ളി ആ ഇടയ്ക്ക് ഒരാൾ പരിചയപ്പെടുത്തുന്ന കുറേ സൈറ്റുകളുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഓരോ ക്ലിക്കിലും പാസ് ചെയ്യുമ്പോഴത്തേനും പാസ് ചെയ്ത് ആൾക്കാരെ കണ്ടുപോകുന്നു, ഒരു വർത്താനം പറഞ്ഞ് പോകുന്നു. അത്തരം കുറേ സൈറ്റുകൾക്കകത്തും പുള്ളി പെട്ടു. എനിവേ, ഏതായാലും തൻ്റെ ഊരും പേരും വിലാസവും ഒക്കെ മാറ്റിയിട്ട് പുള്ളി വ്യാജനായിട്ടാണ് പോയി കയറിയതെങ്കിലും പുള്ളിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മലയാളി പെണ്ണുങ്ങളുടെ അടുത്ത് പോയി പെട്ടാലേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ അങ്ങോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന സൈറ്റുകൾക്കകത്തുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇത് മലയാളിയാണോ ഇംഗ്ലീഷാണെന്ന് പറയാൻ പറ്റത്തില്ല. ആ സിസ്റ്റം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആണ് തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ സ്ക്രീനിന് മുമ്പിൽ വരിക എന്നുള്ളത്. പുള്ളി പലയിടത്തും പോയി പെടുകയും ചെയ്തു, പുള്ളി അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ. അപ്പോൾ പുള്ളി പരിപാടി കംപ്ലീറ്റ് ആയിട്ട് മലയാളി പെണ്ണുങ്ങളോട്ട് ഇനി വേണ്ട, വെറുത്ത് ഞാൻ പോയി, ഇനി ഈ സംഭവത്തായിട്ട് യാതൊരു ബന്ധവും പാടില്ല, കാരണം പേരുദോഷം വരുക. അപ്പോൾ പുള്ളിക്കാരൻ അത് മൊത്തം ഒഴിവാക്കിയിട്ട് ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളായ റഷ്യ, ഉക്രൈൻ, ബൾഗേറിയ മുതലായ രാജ്യങ്ങളിലുള്ള പെണ്ണുങ്ങളുമായിട്ട് മാത്രമേ ഇവിടെ സംസാരിക്കൂ. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു സംസാരത്തിനൊരു കമ്പനി കൊടുക്കുക. പാവപ്പെട്ട രാജ്യങ്ങളിലെ പാവപ്പെട്ട കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കണം, ദയവ് ചെയ്ത് ഊറിച്ചിരിക്കുന്നവനൊക്കെ മനസ്സിലാക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഥയിലോട്ട് അന്യത് പോകുന്നത് പ്ലീസ്. അപ്പോൾ എനിവേ, ഏതായാലും ഇങ്ങനത്തെ ഒരു സംഭവത്തിനകത്ത് പോയി പെടുന്നു. ഈ പുള്ളിക്കാരിയാണെങ്കിൽ ആദ്യം പരിചയപ്പെട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ്. കാരണം പുള്ളിക്കാരൻ ആദ്യം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവുമാണ്. പുള്ളിക്കറിയാം, പല ഇന്ത്യക്കാരെ കെട്ടിയ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അറിയാം. അവർ ഭയങ്കര ഹാപ്പിയാണ് ഇന്ത്യൻസിൻ്റെ കേസ് കിട്ടിനകത്ത്. ജസ്റ്റ് കമ്പനി, അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ല വേറെ യാതൊരു അർത്ഥവും ഇല്ലാത്തുള്ളൂ. അതൊക്കെ പുള്ളി ആദ്യമേ കൺഫേം ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ, കല്യാണം കഴിക്കാനാണോ എന്നുള്ള മോഡലൊക്കെ എല്ലാം പുള്ളി ചോദിച്ച് സംശയം നിവൃത്തി വരുത്തി. ശേഷം ഇവർ ഡിന്നർ തീരുമാനിക്കുന്നു. അപ്പോൾ ഡിന്നറിന് ചെല്ലുന്നു. ഡിന്നർ ഭയങ്കര ഹാപ്പിയായിട്ട് പോഷ് ഹോട്ടലിൽ അച്ചാൻ ഒട്ടും കുറവ് വരുത്തിയില്ല, ഭയങ്കര ഹാപ്പിയായിട്ട് ഭയങ്കര പോഷായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി പോകാറായ സമയത്ത് അച്ചായൻ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്നു, ഇന്ന് വൈകിട്ട് എന്താണ് പരിപാടി? വൈകിട്ട് പരിപാടിയൊന്നുമില്ല, അച്ചാനെ ഓർത്ത് കിടന്നുറങ്ങുന്നു. എനിക്ക് ഇങ്ങനെ ഒരാളെ ദൈവം കൊണ്ട് തന്നല്ലോ, ഇങ്ങനെ ഫ്രണ്ടിനെ. ഇനി ഒത്തിരിയേറെ, അപ്പോൾ കൊച്ചിൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും അവൾ കടന്നു വന്ന ദുർവിഹര കരച്ചിൽ നിലവിളി നിറഞ്ഞ ഒത്തിരിയേറെ ദിനരാത്രങ്ങളുടെ കഥകളൊക്കെ കൊച്ചു വാരി എതിരിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അച്ചാണിങ്ങനെ പമ്പായി നിൽക്കുകയാണ്, സഹായിക്കണം, എനിക്ക് സഹായിച്ചേ പറ്റൂ. ഏതായാലും സഹായം പോയ വഴിക്ക് എന്നാൽ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോകാമെന്നാക്കി. ഇപ്പം നൈറ്റ് ഡ്രൈവിന് അച്ചായൻ ഇവിടെയും കൊണ്ട് നയാഗ്ര പോകുന്നു. നയാഗ്രയിൽ പോയി അവിടെ ഒരു റൂം എടുക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ ഒരു രാത്രി ചിലവഴിക്കുന്നു. ഊറി ചിരിക്കാതെ നിങ്ങൾക്ക് എന്തിനും ഇങ്ങനെ ഊറി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥനാ നിർഭരമായ ഒരു രാത്രി ചിലവഴിക്കുന്നു.
അങ്ങനെ പറഞ്ഞ് പഠിക്കുക, അങ്ങനെയാണ് പറയേണ്ട കാര്യങ്ങളെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാചകം നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ പിറ്റേ ദിവസം ഈ സംഭവം കാരണം പിറ്റേ ദിവസം കൊച്ചിന് പള്ളിയിൽ പോയേ പറ്റൂ. തലേദിവസത്തെ പരിപാടി കഴിഞ്ഞ് പുള്ളിക്ക് പിറ്റേ ദിവസം അവർ പള്ളിയിൽ പോകേണ്ടതാണ്. അപ്പം ഉക്രൈൻ പള്ളിയിൽ തന്നെ കുർബാനയ്ക്ക് പുള്ളിക്കാരിക്ക് പോകണം. അപ്പോൾ വൈകുന്നേരം 7 മണിയോടുകൂടി പിറ്റേ ദിവസം രാവിലെ എത്താൻ വേണ്ടി യാത്ര തിരിക്കുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ ഓർത്തണം, പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് വരാൻ വേണ്ടി തലേദിവസത്തെ പരിപാടി കഴിഞ്ഞ് പുള്ളിക്കാരി അന്ന് രാത്രി ഒരു ദിവസത്തോടെ അവരെ പകൽ ചിലവഴിച്ച ശേഷം അന്ന് വൈകിട്ട് പോയേ പറ്റൂ. ജോലി ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, കുർബാനയ്ക്ക് പോകണമെന്നുള്ളതാണ് പ്രശ്നം. അച്ചാൻ വീട് ഇത്രയും നല്ല അച്ചടക്കവും ഒതുക്കവും എനിക്ക് വലിയ ദൈവഭക്തിയും കരുണയും കെയറുമുള്ളൊരു കൊച്ചിനെ കുടുംബത്തിലോട്ട് കിട്ടിയില്ല, പുളിക്കോ. അച്ചാൻ ഇതിനെ പുറകെ അങ്ങ് ഇറങ്ങി കിള ആരംഭിച്ചു. ഈ കിളയും കൊണ്ട് ഇപ്പോൾ കൊച്ചാണെങ്കിൽ അച്ചാൻ ഇങ്ങനെ ഉള്ളം കയ്യിൽ നിന്ന് വേണേൽ 2 ബലൂൺ പൊക്കി മുകളിലോട്ട് വെച്ചിരിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും അറിയാട്ടെ, നമ്മുടെ മലയാളി ഒന്നാമതേ വെളുത്ത തൊലിയോട്ടൊരു പ്രശ്നം നമുക്കുണ്ട്. പിന്നെ ഇതൊരു കമ്പനിയായിട്ട് കൈ കയറി കഴിഞ്ഞാൽ നമ്മുടെ വിചാരം നമ്മളെക്കാട്ടും ലക്കി ആയിട്ടുള്ള രാജകുമാരൻ പിന്നെ ഈ ലോകത്ത് വേറെ ഇല്ലെന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ഉണ്ട്, ഇതെല്ലാ പ്രായത്തിലും ഉണ്ട്. അത് ഒരു പ്രായത്തിൻ്റെ ലിമിറ്റ് അല്ലേ എനിക്ക് പറഞ്ഞത്. ഇത് ആൻറ്റിമാരുടെയും കാര്യം തന്നെ പറഞ്ഞത്. ഇതുപോലത്തെ കഥകൾ ഞാൻ വേറെ ഉണ്ടിനി. ഏതായാലും കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അച്ചാൻ ഭയങ്കര ഇമ്പ്രസ്. ആ ഒരൊറ്റ പള്ളിപ്പോക്കിൻ്റെ സംഭവത്തോടെ തന്നെ അച്ചാൻ പാരക ഇമ്പ്രസ്. ഏതായാലും ഇവളുടെ അമ്മ ഉക്രൈനിലെ ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് അഡ്മിറ്റ് ആവുന്നു. അപ്പോൾ കൊച്ചിന് നാട്ടിൽ പോയേ പറ്റൂ. പക്ഷെ അവൾക്ക് അത്രയും പൈസ ഇല്ല പോകാൻ വേണ്ടി. ഓട്ടോമാറ്റിക്കാണ് അമ്മയുടെ അടുത്ത് പോവുകയും വേണം. പൈസ ഇല്ലെന്നുള്ള കൊച്ചിൻ്റെ ആത്മരോധനം കേട്ട്, കൊച്ചു പൈസയൊന്നും ആവശ്യപ്പെട്ടുന്നില്ല, ആത്മരോധനം കേട്ടതിന് അച്ചാൻ കാർഡ് എടുത്ത് വീശി. അതിനെ അവരോട് നീ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തു, ഞാനെല്ലാം പേ ചെയ്തോളാം. കൊച്ചു തീർത്ത് പറഞ്ഞ് പറ്റത്തില്ല. നോ, അതെന്താ ഇങ്ങനത്തെ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല. എനിക്ക് നിങ്ങളുടെ 5 പൈസ വേണ്ട, അത് കണ്ടുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് പെരുമാറിയോ. എനിക്ക് പല സിനിമകൾ ഓർമ്മ വരുന്നത്. എനിവേ ഏതായാലും അച്ചായൻ വീണ്ടും ഫ്ലാറ്റ്. അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണ്ടെന്ന് പറയുന്നു. ടിക്കറ്റ് എടുത്ത് അച്ചായൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. എന്നിട്ടും കൊച്ചു സമ്മതിക്കുന്നില്ല. പിന്നെ കൊച്ചു പോകാൻ തയ്യാറല്ല. ടിക്കറ്റ് വേണ്ട, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുത്തെന്ന് പറഞ്ഞു. ചർച്ചകളും ബഹളങ്ങളൊക്കെ കുറച്ച് ശേഷം കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇതെന്തോ എന്നോട് ചോദിക്കാൻ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് നിന്നോട് വേറെ ആരോടും ചോദിക്കുന്നവരല്ല നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നിന്നോട് ഒരിക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്ര ആ ഒരു ബന്ധം പോവാണ്. അതുകൊണ്ട് അതൊരിക്കലും ഞാൻ ചോദിക്കത്തില്ല, നിൻ്റെ ഭാഗത്തൊരു സഹായം വന്നാലും ഞാൻ സ്വീകരിക്കത്തില്ല എന്നാണ് കൊച്ചിൻ്റെ സ്റ്റാൻഡ്. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? ഇത് അവളൊന്നും കാണിക്കണമെന്നില്ല, നമ്മുടെ മലയാളി കാണിച്ചാൽ ഏതവനും പെടും. ഇതാണ് അവസ്ഥ. എന്നാണ്ട് എല്ലാം കൂടി എനിക്ക് മനസ്സിലായത് $15,000 പിന്നെ ഒരു $5,000 കയ്യിലും കൊടുത്തു എയർപോർട്ടിൽ കൊണ്ടുവിട്ടപ്പോൾ. കാരണം കൊച്ചു പോയിട്ട് എത്രയും വേഗം തിരിച്ചു വരണം, എല്ലാം സേഫായിട്ട് നടക്കണം. നാളെ ഇനിയും വന്ന് കാണുന്നതാണെങ്കിലോ പറയാൻ പറ്റത്തില്ലല്ലോ ഏതൊക്കെ വഴിക്ക് ഓരോരോ റിലേഷൻസ് വരിക എന്നുള്ളത്. അപ്പം അച്ചായനെ ഏതായാലും എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ചെന്നപ്പോൾ അവൾ പറഞ്ഞില്ല, കൂട്ടുകാരി എല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കണം, അതുകൊണ്ട് ഞാൻ കൂട്ടുകാരുടെ കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചായൻ എയർപോർട്ടിൽ പോയില്ല. ഏതായാലും ഈ സംഭവം കഴിഞ്ഞു. അന്ന് ഇവൾ പോയിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞു, മറുപടി വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ തവണ എന്തോ ഇവൾ പറഞ്ഞായിരുന്നു, എന്തോ നെറ്റ്വർക്ക് തകരാറോ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് 1 ദിവസമായി 2 ദിവസമായി ആഴ്ചകളായി ഒരനക്കവും ഇല്ല. ഇപ്പം ഏതോ 2 എണ്ണം അടിച്ച് ഈ വലിയ കെയറും സ്നേഹവും കിട്ടുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ ഏകാന്തതയുടെ ലെവൽ കൂടും. അപ്പോൾ ഈ ഏകാന്തത മൂത്ത് 2 എണ്ണം അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൂട്ടുകാരനോട് ഈ കഥ അറിയാവുന്ന വായിന്ന് പോയത്. കൂട്ടുകാരൻ എടുത്തെടുത്ത് ചോദിച്ചു ഓരോ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ കഥയെ കേട്ടവർക്കെല്ലാം ഊറിച്ചിരി കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പ്രാഗിച്ചിരിക്കുന്ന ലെവലിലോട്ട് എത്തിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്കെല്ലാം മനസ്സിലായി. പക്ഷേ പാവച്ചാന് മാത്രം മനസ്സിലായില്ല. പുള്ളിക്കാരൻ അവളെ അവിശ്വസിക്കുന്ന പരിപാടിയേ ഇല്ല. അതൊരു കേസ് പോലും പുള്ളി കൊടുക്കാൻ റെഡിയല്ല. കാരണം പുള്ളിക്ക് അത്ര വിശ്വാസമാണ് ഇത് പറ്റിയിരുന്നത്. ഇത്രയും നാളത്തെ ജീവിതാനുഭവം അങ്ങനൊന്നും എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. നിങ്ങളെന്ത് ഈ പറയുന്നത്, അങ്ങനെ ഞാൻ ആദ്യം കാണുവാണ് പെണ്ണിനെ എന്നുള്ള മോഡലിലൊക്കെ ഉള്ള വാചകങ്ങൾ വന്നു. ഇത് സംസാരിച്ച് വന്നപ്പം വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് കേസൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പോലീസുകാർ പറയുന്നൊരു സംഭവം, ഇതൊരു വലിയ തട്ടിപ്പ് ഗ്യാങ് ആണിത്. റൊമാൻസ് സ്കാം എന്ന് എന്നെ വിളിക്കുന്നത്, ഡേറ്റിംഗ് സ്കാം, റൊമാൻസ് സ്കാം എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. ഇത് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ UK ഉണ്ട് എന്ന് മാത്രം പറയുന്നു. അതായത് ഇവിടുത്തെ പല അച്ചായന്മാരും ഷുഗർ ഡാഡി കളിക്കാൻ വേണ്ടി ഇതുപോലത്തെ പല കേസിട്ട് കൊണ്ട് തലവെക്കുന്നുണ്ട്. ബേസിക്കലി ഷുഗർ ഡാഡി തന്നെയാണ് സംഭവം. കാരണം ആർക്കെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും സംഭവം വീട് കിട്ടും, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കും അവനായി കഴിഞ്ഞാൽ എനിക്ക് എന്നെ ആയിക്കൂടെ, എനിക്ക് എൻ്റെ വീട്ടിൽ കാശില്ലേ, എനിക്ക് എൻ്റെ ലോൺ എടുക്കത്തില്ല, എൻ്റെ തന്നെ ക്രെഡിറ്റ് കാർഡില്ലേ. കാരണം ഇതിനൊന്നും അത്ര വലിയ ചിലവില്ല. UK അല്ലെങ്കിൽ ഇപ്പം കാനഡ, അമേരിക്ക പോലത്തെ സംഭവങ്ങളെല്ലാം പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് വെളിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്, ഒരാളെ കൊണ്ട് കറങ്ങാൻ പോകുന്നതൊന്നും വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത്രയും വലിയ നാട്ടിലെ പോലെ 50,000 രൂപയോ ഒരു 5 ലക്ഷം രൂപയൊന്നും കൊടുക്കേണ്ട കഥകൾ വരുന്നില്ല. ഇപ്പം നമ്മൾ പല ഹണി ട്രാപ്പുകളും കേൾക്കുന്നു. 5 കോടി രൂപ വ്യവസായിയുടെ കൊച്ചിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യവസായിയെ കൊണ്ട് 5 കോടി രൂപ വാങ്ങിപ്പിക്കുകയും ചെയ്ത് അയാളുടെ ബിസിനസ്സിൻ്റെ 50% ഷെയറും വാങ്ങിപ്പിച്ച് എന്നിട്ട് 45 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ പല ജുവലറികളിൽ കൊണ്ടുവന്ന് വാങ്ങിപ്പിച്ച കഥയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവൾ തന്നെ ഒരു ഉളുപ്പില്ല, പിറ്റേ ദിവസം വീഡിയോ ഇടുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ആ കൊച്ചു അയാൾ തന്നെയാണെന്ന്. ഹണി ട്രാപ്പിൻ്റെയൊക്കെ ലെവൽ അത്ര അഡ്വാൻസ്ഡ് ആണ് ഹണി ട്രാപ്പ് എന്ന് നോക്കുക. ഇത് ഹണി ട്രാപ്പല്ല, ഇത് റൊമാൻസ് സ്കാം. ഇങ്ങനെയും പഴയ തലമുറ ഇതിൽ പെടുന്നുണ്ട്. പഴയ തലമുറക്കാരറിയാൻ വേണ്ടി പറയുക, നിങ്ങളുടെ എല്ലാ അറിവുകളും പെർഫെക്റ്റ് അല്ല.
അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഈ ഓരോരുത്തർക്കും ഓരോ ഫീൽഡുണ്ട്. അവനവൻ്റെ ഫീൽഡിനകത്ത് അവനവൻ എക്സ്പെർട്ടൈസ് ആയിരിക്കും. പക്ഷേ നമുക്കറിയത്തില്ല അതിൽ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കൂടെ നിൽക്കുന്ന പെമ്പർനോത്തിയാണ് ഭൂരിഭാഗം പേർക്കും അറിയാൻ മേലത്തത്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞു കേട്ടോ, അല്ലെ എൻ്റെ കാര്യം ഞാൻ വ്യത്യസ്തമായിട്ട് പറയുന്നില്ല. കൂടെ ജീവിക്കുന്ന പെമ്പർനോത്തിയെ ഭൂരിഭാഗം പേർക്കും അറിയത്തില്ല. അത് സത്യമാണ്, അതുള്ള കാര്യമാണ്. അപ്പോൾ അതേ സംഭവത്തിൻ്റെ ചെറുതും വലുതുമായ വേർഷൻസ് നമുക്ക് നാല് ചുറ്റും പല കളറിലും പല ഷേപ്പിലും ഓടി നടക്കുമ്പം നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ ഈ ചിരിച്ച് കാണിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കൊണ്ടുനടക്കുന്നതൊക്കെ എല്ലാവരും നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് സ്നേഹിച്ച് അങ്ങ് ഉദ്ധരിക്കാൻ വേണ്ടി വന്നാൽ വിചാരിക്കരുത്. ഇതെല്ലാം പല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത, നിങ്ങൾക്ക് ജീവിതത്തിൽ 20 വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടും തിരിച്ചറിയാൻ വയ്യാത്തത് ഈ സ്ത്രീജനത്തിൻ്റെ പല വേർഷൻസാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് മൊത്തം. അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ തീരാനുള്ള പ്രശ്നമുള്ളൂ. നമ്മുടെ അറിവുകൾ പരിമിതമാണ്. കാരണം നമ്മുടെ ഒരാളാണ്. ഇത്രയും നിങ്ങളെക്കൊണ്ട് അറിയാൻ പറ്റൂ. ഒരിക്കലും അറിയാൻ പറ്റാത്ത സംഭവത്തിന് പുറകെ നിങ്ങൾ കയറിച്ചറിയാതിരിക്കുക. ദയവ് ചെയ്ത് ഇത്തരം സംഭവങ്ങൾ ഇനി വേറൊരു കോമഡിയോട് പറഞ്ഞോട്ടെ. ഈ സംഭവം ഒരു ന്യൂജനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിതിൻ സെക്കൻഡ്സ് കൊണ്ട് പറയും ചേട്ടാ അത് ഉടായിപ്പാണ്. എന്തുകൊണ്ടെന്നറിയോ? അത് അവരുടെ ഫീൽഡാണ്. ഇന്ന് അവർക്കത് വളരെ വ്യാപകമായിട്ട് നേരിടേണ്ടി വരുന്നൊരു ചതിപ്രയോഗമാണ്. ഏറ്റവും കൂടുതൽ ഡേറ്റിംഗ് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഇത്തരം പരിപാടികൾക്ക് പോകുന്ന, ഇത്തരം ഇൻട്രാക്ഷൻസ് കൂടുതലുള്ള, പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന അത്തരം ആൾക്കാർ ഏറ്റവും കൂടുതൽ ന്യൂജനകത്താണ്. നമ്മുടെ ജനറേഷൻ ഇപ്പോൾ അത് കഥയൊന്നുമില്ല. ഒരു പ്രേമലേഖനം കൊടുക്കുകയും സൈക്കിളെ അങ്ങോട്ടും തെരാപ്പാര നടക്കുകയും പണ്ട് പ്രേമ സിനിമയ്ക്കകത്ത് കാണിക്കുന്നവരെ വായി നോക്കി നടന്ന് പ്രേമിക്കുകയും ചെയ്യണം നമ്മുടെയൊക്കെ പാരമ്പര്യം. അല്ലെ നമുക്ക് അത്രേ അറിവേ ഉള്ളൂ. ആ അറിവും വെച്ചുകൊണ്ട് ബമ്പിളിലും കുമ്പിളിലും കയറി മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ പെടുവാണെന്ന് തോന്നുമ്പോൾ ഒരു ന്യൂജൻകാരനെ ഏതെങ്കിലും ഒരുത്തം കാണുമല്ലോ എവിടെ നിന്നൊരു പരിചയത്തിൽ അവനോട് ഈ ഒരു മെസ്സേജ് എൻ്റെ അല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ ഇട എൻ്റെ അല്ല എന്ന് പറഞ്ഞ് കാണിച്ചിട്ടേലും ചോദിക്കണം. ഇടയിൽ ഇതിനകത്ത് ഉടായിപ്പ് വല്ലതും ഉണ്ടോയെന്ന്. അവർക്കിത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അത് അവരുടെ പ്രത്യേകിച്ചുള്ള കഴിവാണ്. അവർക്കത് അറിയാം. ഒരാളെ തേക്കുവാണെങ്കിൽ, ഒരാൾ ഒഴിവാക്കുവാണെങ്കിൽ, ഒരാൾ എസ്കേപ്പ് ആവുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ദയവ് ചെയ്ത് ഈ രണ്ട് ഗ്രൂപ്പും, ഈ ജെൻസിയും ഈ പറഞ്ഞ ഓൾഡ് ജനറേഷനും ദയവ് ചെയ്തത് കൈകോർത്ത് ജീവിച്ചാൽ നന്നായിരിക്കും. പരസ്പരം പാലകൾ പണിയുന്നില്ലെങ്കിലും അവനോട് സ്വന്തമായിട്ട് കിട്ടി മുറിയുന്ന ആ വേദന കുറച്ച് കുറഞ്ഞിരിക്കും. അത് പറയാൻ വേണ്ടി ഇങ്ങനൊരു സ്റ്റോറി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അച്ചായൻസ് കഥകൾ അല്ലെങ്കിൽ ജെൻസി വേഴ്സസ് അച്ചായൻസ് കഥകളുമായിട്ട് വീണ്ടും പിന്നീടൊരിക്കൽ കാണാം. ഇത് ജെൻഡറിനെ മാത്രമൊന്നുമില്ല കേട്ടോ. ഞാനിത് പെണ്ണുങ്ങളുടെ കാര്യം എടുത്തു പറയാത്തതിൻ്റെ കാരണം പല പ്രശ്നങ്ങളും ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ്. ആൻറ്റിമാരുടെ കഥകളും അങ്ങനത്തെ അവർക്ക് പറ്റുന്ന ആപത്തുകളൊക്കെ ഇഷ്ടംപോലെ വേറെ ഉണ്ട്. അത് ഈ ഇപ്പോഴത്തെ മലയാളികളുടെ ഡിജിറ്റൽ ബിസിനസ് എന്നുള്ള സംഭവം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുക. കാരണം അത്ര വ്യാപകമായിട്ടാണ് ഇവിടുത്തെ മലയാളി നേഴ്സുമാർ. വീണ്ടും ഇത് UK കുറിച്ച് പറഞ്ഞത്. ഇത് പക്ഷേ UK മാത്രമല്ല, UK, ജർമ്മനി, അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, US, നിങ്ങൾ എവിടെ വേണ്ടി എടുത്തു എവിടെയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ആൻറ്റി കയറി വരും, ഒരു അങ്കിള് കയറി വരും. ഞാൻ കഴിഞ്ഞ 40 വർഷമായി പണിയെടുത്തിട്ടും എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ മക്കളെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാനൊരു ബിസിനസ് പാത്തേ കണ്ടെത്തി. ഈ ബിസിനസ്സിൽ കൂടെ ഞാൻ ജോലി കംപ്ലീറ്റ് ആയിട്ട് രാജിവെച്ചു. ഭയങ്കര പ്രൊഫൈൽ ജോലിയായിരുന്നു എനിക്ക്. ഞാനത് മൊത്തം രാജിവെച്ചു. ഇപ്പോൾ എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ചെലവഴിക്കുകയാണ്. ഇന്നലെ ഞാൻ സ്കോട്ട്ലൻഡിലായിരുന്നു, നാളെ ഞാൻ സ്പെയിനിലാണ്, നാളെ ഞാൻ ഇന്നിടത്താണ്. ഇങ്ങനെ കറങ്ങി നടന്ന് ജീവിക്കാൻ എനിക്ക് എങ്ങനെ വരുമാനം ഉണ്ടാകുന്ന നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെയും ഞാനിത് പഠിപ്പിക്കാം. വരൂ, എൻ്റെ സൈറ്റിലേക്ക് ജോയിൻ ചെയ്യൂ എന്നുള്ള സാധനം ദയവ് ചെയ്ത് തൊടാതെ വിഴുങ്ങരുത്. അത് വേറൊരു ചൂണ്ടയാണ്. ഇത് ഇപ്പോഴും മലയാളികളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളി നേഴ്സുമാരെ നിർത്തി ഞാൻ പറയും. അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഈ മലയാളി നേഴ്സുമാരുടെ ഡിജിറ്റൽ ബിസിനസ് ചൂണ്ടയിൽ പോയി കൊത്തരുതേ. വെറുതെ ഈ അമിത ലാഭം എന്നോർത്തുകൊണ്ടല്ല, ആ ചൂണ്ടക്കണിക്കകത്ത് പോയി തല വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വയ്യാത്തവണ്ണം പൂട്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു കൂട്ടം ആൻറ്റിമാരുടെ കഥ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ പ്രശ്നം ഇവരുടെ ആരുടെയും പേര് പറയാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടത് ഇവരെയൊക്കെ ശരിക്കും ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടു നിർത്തുക എന്നുള്ളതാണ്. കാരണം പലരും അതുപോലെ കുടുംബം തകരുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. കരച്ചിലും നിലവിളിയായിട്ട് പ്രാർത്ഥനയുടെ സീനൊക്കെ കഴിഞ്ഞു പോയി. കാരണം ആരും ഇവരുടെ കൂടെ നിൽക്കുന്നില്ല. ഇവർ കാണിച്ച അത്ര വലിയ മണ്ടത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം. ആരും ഇവരെ സഹായിക്കുകയോ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. അത്ര വലിയൊരു മണ്ടത്തരത്തിൽ കൂടെ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി, സീനിയർ മലയാളി കമ്മ്യൂണിറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പോയി പൈസ പോയ ആൾക്കാർ ഇഷ്ടംപോലുണ്ട്. ബന്ധത്തിൻ്റെ പുറത്തും സ്നേഹത്തിൻ്റെ പുറത്തും ഈ ആർത്തി മൂത്തും കാശി ഭരിപ്പിക്കാൻ നോക്കിയൊക്കെ ഇഷ്ടംപോലെ പൈസ പോയ ആൾക്കാർ ഞങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ ഉണ്ട്. എനിക്ക് പറ്റി ചതി ഇനി വേറെ ആൾക്ക് പറ്റരുത് എന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ റീച്ചുള്ള ചാനലാണെന്ന് ഓർത്തുകൊണ്ടാണ് ഇവർ മോൻ ധൈര്യമായിട്ട് സംഭവിച്ചതോ. കാരണം വേറെ ആരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. ഡിജിറ്റൽ ബിസിനസ്സുകളെ കുറിച്ച് എതിർത്താരും ചെയ്യത്തില്ല. എൻ്റെ കാരണം യൂട്യൂബ് തന്നെ ഈ വീഡിയോ ബ്ലോക്ക് ചെയ്യും. എനിക്ക് എൻ്റെ വീഡിയോ അവർ ഓൾറെഡി ബ്ലോക്ക് ചെയ്യിപ്പിച്ചാണ്. ആദ്യം ഇട്ട വീഡിയോ നല്ല റീച്ച് ഉണ്ടായിരുന്ന വീഡിയോ. അതിൻ്റെ കാരണം ഇവരുടെ മെയിൻ വരുമാന സ്രോതസ്സിൽ ഒരെണ്ണമാണ് ഇവരുടെ പരസ്യം. ഈ ഡിജിറ്റൽ ബിസിനസ്സുകാരുടെ പരസ്യം മൊത്തം നിങ്ങൾ എവിടുന്നാണ് കാണുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ നീ കാണുന്നത് അല്ലേ? സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ ഇതിനകത്ത് ലാഭം എന്തോ? മറ്റവക്കും മറച്ചവക്കും മരിയയ്ക്കും കുഞ്ഞമ്മയ്ക്കും പൈസ വാരിക്കോരി കൊടുത്താൽ അവരുടെ ബിസിനസ് വർദ്ധിപ്പിച്ച് കൊടുത്താൽ യൂട്യൂബിന് വല്ലതും കിട്ടുമോ? ഇല്ല. അപ്പോൾ യൂട്യൂബിന് ആരെയും സംഭവിച്ചിരിക്കുന്നത് അവർക്ക് പെയ്ഡായിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന പരസ്യമാണിത്. പെയ്ഡ് മാർക്കറ്റിംഗ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഞാനാണോ പൈസ കൊടുക്കുന്നത്, അവരാണോ പൈസ കൊടുക്കുന്നത്? എനിക്ക് യൂട്യൂബ് ഇങ്ങോട്ടാണ് പൈസ തരേണ്ടത്, ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലയൻറ്റുകളെ, അവർ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ക്ലയൻറ്റുകളെ അവർ കളയുമോ? അല്ലെ അവർക്കത് വീഡിയോ വരാൻ വേണ്ടി യൂട്യൂബ് സോഷ്യൽ മീഡിയ സമ്മതിക്കുമോ? ഇല്ല.
അതായത് വീഡിയോ ആരും ചെയ്യാത്തല്ല പ്രശ്നം, വീഡിയോ ചെയ്യുന്നതിനകത്തെ മൈന്യൂട്ട് തെറ്റുകൾ കണ്ടുപിടിച്ചിട്ട് ആൾക്കാർ ആ വീഡിയോകളെ ബ്ലോക്ക് ചെയ്ത് കളയിപ്പിക്കുകയാണ്. ഈ കമ്പനി അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് വലിയ റാക്കറ്റുണ്ട്, അവർ ബ്ലോക്ക് ചെയ്യിപ്പിക്കുകയാണ്. യൂട്യൂബ് അതിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയെ സപ്പോർട്ട് ചെയ്യും, കാരണം അവർക്ക് പെയ്ഡായിട്ട് മാർക്കറ്റിംഗ് ആഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംഭവം ഒരിക്കലും നിങ്ങൾ ഇന്ന് കണ്ട വീഡിയോ നാളെ നിങ്ങൾ കണ്ടെന്ന് വരത്തില്ല. ഇത്തരം ഒരു വലിയ ചതിക്കുഴി ഇവിടെ വേറെ ഓടുന്നുണ്ട്. അത് പുതിയ തലമുറ അത്രയും കുറ്റം പറഞ്ഞു കേട്ടോ. പഴയ തലമുറക്കാരെ പെട്ടോണ്ടിരിക്കുന്ന മുഴുവൻ എനിക്കറിയുന്ന മൊത്തം പുതിയ തലമുറയ്ക്കകത്ത് ഒരാളെപ്പോലും ഒരു 28-30 വയസ്സ് താഴെയുള്ള ഒരാളെപ്പോലും ഞാൻ കണ്ടിട്ടില്ല. 28 വയസ്സ് താഴെയുള്ള ഒരാളെപ്പോലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു അബദ്ധത്തിൽ പെട്ടതായിട്ട്. അതും ഒരു സ്റ്റോറിയാണ്. കൂടുതൽ അത്തരം സ്റ്റോറികളെക്കുറിച്ചും അനുഭവക്കുറിപ്പുകൾ കേൾക്കണമെന്നുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുക. ഞാനിവിടെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, മുകളിൽ വീഡിയോ കാണുക, ഡിസ്ക്രിപ്ഷനകത്ത് വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ദയവ് ചെയ്ത് ഒന്ന് കണ്ടു നോക്കാം. ഒരു 10-40 മിനിറ്റ് വീഡിയോ. പക്ഷേ എന്താണ് ഈ ബിസിനസ്സിനും എത്രമാത്രം ചതിക്കുഴികൾ അതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ പിന്നീട് കാണാം. താങ്ക് യു.